നിന്ന അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുക എന്നുള്ള വാക്ക് ഏറെ പരിചിതമാണെങ്കിലും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. അങ്ങനെ കടന്നു പോയവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിൻ്റെ വേദന എത്രത്തോളം ആഴമേറിയതാണെന്ന്. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എല്ലാ നിന്ദയ്ക്കും ഒരു കാലാവധിയുണ്ട്. ബൈബിളിൽ ഗിൽഗാൽ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഒരു ലൊക്കേഷൻ എന്നതിനേക്കാൾ ഉപരിയായി ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി അവർ ചുമന്നുകൊണ്ട് നടന്ന നിന്ദയുടെ ഭാരത്തെ ഒരു കല്ല് എപ്രകാരം ഉരുട്ടിക്കളയുന്നുവോ അതുപോലെ ഉരുട്ടിക്കളഞ്ഞ ഒരിടമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. വർഷങ്ങളായി അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന മിസ്രയീമിൻ്റെ നിന്ദയെ ദൈവം ആ ദേശത്ത് വെച്ച് ഉരുട്ടിക്കളയുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണോ? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്നവരാണോ? വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന നിന്ദയുടെ ഭാരങ്ങൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, അതെല്ലാം ഒരു കല്ല് എപ്രകാരം ഉരുട്ടിക്കളയുന്നുവോ അതുപോലെ ഉരുട്ടിക്കളയാൻ എൻ്റെ ദൈവം കഴിവുള്ളവനാണ്. ആകയാൽ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. യോവേൽ പ്രവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: എൻ്റെ ജനങ്ങൾ ഒരിക്കലും നിന്ന അനുഭവിക്കയില്ല. ആ വചനം നിങ്ങളുടെ ജീവിതത്തിലും നിറവേറപ്പെടട്ടെ. നിന്ദയുടെ നാളുകൾ നിത്യമഹത്വമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.